മത്തി കിട്ടിയിട്ടുണ്ട്. മത്തി ഞാൻ ഒന്ന് ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടി ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം. കുറച്ച് മഞ്ഞൾപ്പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി ഇതെല്ലാം കല്ലിലിട്ട് ചതച്ചതാണ്. ഇനി കുറച്ച് മുളക് പൊടി, നമുക്ക് എരിക്ക് ആവശ്യമായ മുളക് പൊടി. ഇനി കുറച്ച് കുരുമുളക് പൊടി, പാകത്തിന് ഉപ്പ്, ഇനി കുറച്ച് തേങ്ങ ഇടണേ. കുറച്ച് മതി. കുറച്ച് അരിപ്പൊടി എല്ലാം കൂടെ ചേർത്ത് കുറച്ച് വെളിച്ചെണ്ണ, ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. എന്നിട്ട് ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. ഒന്ന് 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. അരപ്പ് നല്ലവണ്ണം പിടിച്ചിട്ടുണ്ട്. ഞാൻ അടുപ്പ് കത്തിച്ച് ചട്ടി അടുപ്പത്ത് വയ്ക്കുകയാണ്. അരപ്പ് നല്ലവണ്ണം പിടിച്ചിട്ടുണ്ട്. ഈ ചട്ടി ചൂടാവണം. വെള്ളം കംപ്ലീറ്റായി വറ്റിയിട്ടുണ്ട്. ഇനി എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇട്ട് കൊടുക്കാം. ഓരോന്നായിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാം. കുറച്ച് വെച്ചോളൂ. ഇതുപോലെ എല്ലാം ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. നല്ലവണ്ണം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോഴത്തേന് അതുപോലെ തന്നെ പൊടിയാണ് നമുക്ക് ഇഷ്ടം പോലെ കിട്ടും. വേണ്ട, ഒന്ന് കഴിച്ച് നോക്കിയാൽ നല്ല ടേസ്റ്റുണ്ട്. കൊള്ളാം. ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം. ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.